തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ ഉറ്റവരെ തിരിച്ചറിയാനാവാതെ ഇപ്പോഴും നിരവധി ആളുകൾ എന്ന ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയുണ്ട്. മരണസംഖ്യ 14ലേക്ക് കടക്കുകയാണ്. നിരവധി മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ ലഭിച്ച പശ്ചാത്തലമുണ്ട്. ഇതിനിടയിൽ തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഏതായാലും പാറമേക്കാവും തിരുവമ്പാടിയൊക്കെ ഒരുപക്ഷെ വെടിക്കെട്ട് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതായത് തൃശൂർ പൂരം ആചാരങ്ങൾ മാത്രമായി ഇത്തവണ നടത്തുക അത്രത്തോളം ദുഃഖകരമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഈ രാവിലെയിൽ ചർച്ച ചെയ്യും. ഒപ്പം ഹോർമുസുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തുടരുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയാണ്. ചർച്ചകൾക്കുള്ള സാധ്യതകൾ തൽക്കാലം ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ഉണ്ടാകും രാവിലെയിൽ. ആദ്യം തലക്കെട്ട്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ മരണസംഖ്യ 14. 4 പേരെ കണ്ടെത്താനായില്ല. തിരിച്ചറിയാനാകാതെ ഒരു മൃതദേഹം കൂടി. ശരീരാവശിഷ്ടങ്ങളുടെ DNA പരിശോധന തുടരുന്നു. പൂരം നടത്തിപ്പിൽ അന്തിമ തീരുമാനം ഇന്ന് രാവിലെ 10 മണിക്ക് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം. വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തണമെന്ന് പൊതുനിലപാടെന്ന് തിരുവമ്പാടിയും പാറമേക്കാവും. നാളെ വരെ ദുഃഖാചരണം. തമിഴ്നാടും പശ്ചിമബംഗാളും ബൂത്തിൽ. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് ഒറ്റഘട്ടത്തിൽ. ബംഗാളിൽ 152 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടം. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ. വേനൽച്ചൂട് കനക്കുന്നു. പാലക്കാട് 41 ഡിഗ്രി കടന്നു. 40-ലെത്തി പുനലൂർ. ഡാമുകളിൽ ജലനിരപ്പ് താഴേക്ക്. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട വേനൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധിയെന്ന് ഡോക്ടർ റാമിന്റെയും സംഗീതയുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന തലശ്ശേരി സെഷൻസ് കോടതി. നിതിൻ രാജിന്റെ അച്ഛന്റെ വാദവും കോടതിയിൽ. പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾ അനിശ്ചിതമായി നീളുന്നു. വെടിനിർത്തലിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് അമേരിക്ക. ഹോർമുസ് ഉപരോധം വൻ വിജയമെന്നും വൈറ്റ് ഹൗസ്. വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമെന്ന് ഇറാൻ. ഹോർമുസിൽ 2 കപ്പലുകൾ പിടിച്ചെടുത്ത് IRGC. ലെബനനിലും സംഘർഷം. തൃശൂർ ദുരന്തത്തിന്റെ നടുക്കം മാറാതെ കേരളം. വലിയൊരു കുട്ടിപ്പറിയുണ്ട്. വലിയൊരു കുട്ടിപ്പറി. അവിടെ അടുത്ത അയലത്തുള്ള ആൾക്കാരൊന്നും ഒക്കെ വീടൊക്കെ തകർന്നിട്ടുണ്ട്. സൗണ്ട് കേട്ടത്. ആ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇടിവെട്ടുകയാണ്. അങ്ങനെ ഇടിവെട്ടുമ്പോൾ ഞാൻ ഓടൊക്കെ പറന്നുപോയി. അങ്ങനെ ഓടി പുറത്തേക്ക് പൊക്കണം മക്കളെന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ എല്ലാവരും ഓടി പുറത്തേക്ക് വന്നു. അപ്പം നിങ്ങൾക്ക് ആൾക്കാരൊക്കെ പാടത്തേക്ക് പോയി. അപ്പം ശരിക്കും പാടത്തേക്ക് പോകാൻ പാടില്ല. അത്ര നമുക്ക് മരുമക്കൾക്കൊന്നും അറിയില്ല. ഇവരൊക്കെ ഓടി പാടത്തേക്ക്. അപ്പോഴൊക്കെ അവിടെ വലിയ കാരണം പൊട്ടി. അപ്പം അവരെല്ലാവരും ഓടി ഇങ്ങടെ തന്നെ വീണ്ടും വന്നു. ഈ ദുരന്തം തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പിനെയും സ്വാഭാവികമായും ബാധിച്ചിരിക്കുകയാണ്. കാരണം വലിയൊരു ദുഃഖകരമായ സംഭവം ഉണ്ടാകുന്നു. ഒരുപക്ഷെ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര വലിയൊരു ദുരന്തം ആദ്യമായിരിക്കാം. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതാത് കരകൾ, അതായത് പാറമേക്കാവും തിരുവമ്പാടിയും ഒക്കെയാണ് എന്ന് ഇന്നലെ മന്ത്രിമാരടക്കം വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കാനൊരു യോഗം രാവിലെ 10 മണിക്ക് മന്ത്രി VN വാസവൻ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്നുണ്ട്. പാറമേക്കാവും തിരുവമ്പാടിയും നിലപാടറിയിക്കും. വെടിക്കെട്ട് ഒഴിവാക്കി ചടങ്ങുകൾ നടത്തണമെന്നാണ് ദേവസ്വങ്ങൾ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ദേവസ്വം സ്വീകരിക്കുന്ന നിലപാടിനൊപ്പം നിൽക്കാമെന്നാണ് ആഘോഷ കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. ഘടകക്ഷേത്രങ്ങളുടെയും നിലപാട് പ്രധാനമാണ്. 24 വരെ ദുഃഖാചരണം നിലനിൽക്കും. അതുവരെ ലൈറ്റ്, അലങ്കാരം ഇവയൊക്കെ ഒഴിവാക്കും. ഈ ദിവസങ്ങളിൽ പറയെടുപ്പ് മാത്രമായിരിക്കും ഉണ്ടാവുക. 25, 26 തീയതികളിൽ പൂരം എങ്ങനെയാണോ അതുപോലെ ആഘോഷിക്കാനാണ് ഇപ്പോൾ തീരുമാനം.
നമ്മൾ 24-ാം തീയതി വരെ ദുഃഖാചരണം നടത്തുക. ആ സമയത്ത് നമ്മുടെ ലൈറ്റുകളോ മറ്റുള്ള ആഘോഷങ്ങളോ ഒന്നും ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല. പറയെടുപ്പ് മാത്രമായിട്ട് നമ്മൾ ആ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ട് 24-ാം തീയതി വരെ നമ്മൾ നടത്തും. 25-ാം തീയതി 26-ഉം 27-ഉം പൂരാഘോഷം അതേപോലെ തന്നെ, എന്നാൽ അത്ര ആർഭാട അല്ലാത്ത രീതിയിൽ, അതായത് ഒന്നിനും ഒരു കുറവും വരുത്താത്ത വിധത്തിൽ നമ്മൾ ആഘോഷിക്കുക. ഭഗവതിക്ക് കൊടിയേറ്റം കഴിഞ്ഞു. കൊടിയിറങ്ങുന്നത് വരെ അതിൻ്റെ എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായി നടത്തണമെന്നാണ് വിദഗ്ധരുമായിട്ടും അതേപോലെ തന്നെ തട്ടക നിവാസികളുമായിട്ടും കാരണന്മാരുമായിട്ടെല്ലാം സംസാരിച്ചപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നത്. മീറ്റിങ്ങിലെ തീരുമാനം എന്താ വെച്ചാൽ 2006 പാറമേക്കാവിൻ്റെ പ്രമിസസിൽ വെച്ച് ഒരു അപകടം നടക്കുകയും എന്നിട്ടും ഇവിടെ പൂരം നടത്തിയ ഒരു പ്രസിഡൻസ് ഇവിടെയുണ്ട്. അത് അധികാരികളെ ഓർമ്മിപ്പിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളത്തെ മീറ്റിങ്ങിൽ അത് പറയുന്നു എന്നാണ് പൊതുവികാരം വന്നിട്ടുള്ളത്. കമ്മിറ്റി അവതരിപ്പിക്കും. അത് അല്ലേ അവിടെ ഇപ്പോഴും ആ കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക. അതേസമയം മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ മൃതദേഹ ഭാഗങ്ങൾ DNA പരിശോധന ഉണ്ടാകും. 4 പേരെക്കുറിച്ച് ഇനിയും വിവരം ഇല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന കാര്യം. ചികിത്സയിൽ കഴിയുന്ന 10 പേരിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. കരാറുകാരൻ സതീഷ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. അപകട സ്ഥലത്ത് ഇന്നും പരിശോധനയുണ്ടാകും. വെടിക്കെട്ടുപുരയിൽ നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചോ എന്നും കണ്ടെത്തും. അപകടശേഷം അവശേഷിച്ച സ്ഫോടക ശേഖരം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എന്നാണ് വിവരം. CV അനുമോദും ആജ്ഞാ രവീന്ദ്രനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം അനുമോദിലേക്ക് ഒന്ന് പോവുകയാണ്. അനുമോദ്, ഇപ്പോൾ ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ചർച്ചകൾ നടക്കുന്നത്. പാറമേക്കാവും തിരുവമ്പാടിയും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട യോഗം നടക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട്? ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞോ? ഏതായാലും ദേവസ്വങ്ങളുടെ തീരുമാനത്തിനൊപ്പം സർക്കാരും നിൽക്കുമല്ലോ. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. എന്താണെങ്കിലും തൃശ്ശൂർ പൂരം നടക്കുമെന്ന കാര്യത്തിൽ ഈ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഇന്നലെ പാറമേക്കാവും തിരുവമ്പാടിയും അവരുടെ ആലോചനാ യോഗങ്ങൾക്ക് ശേഷം പറഞ്ഞതും മാധ്യമങ്ങളോട് പങ്കുവച്ചതും ഇക്കാര്യം തന്നെയാണ്. വലിയ ആഘോഷമല്ലാതെ ചടങ്ങായിട്ട്, എന്നാൽ പൂരത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് നടത്തും. അതായത് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ 15 ആനപ്പുറത്ത് എഴുന്നള്ളത്തും മറ്റ് മേളങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ വ്യക്തമാകുന്നത്. ഒരു ഘടകപൂരങ്ങളും സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഈ 24-ാം തീയതി വരെ, അതായത് നട തുറപ്പിന് തലേ ദിവസം വരെയുള്ള ചടങ്ങുകൾ, അത് നമുക്കറിയാം. ഈ ദീപാലങ്കൃതമായിട്ടുള്ള പന്തലുകളൊക്കെ പൂരത്തിൻ്റെ ഒരു ഭാഗമാണ്. അത്തരത്തിലുള്ള അലങ്കാരങ്ങളും മറ്റും കുറയ്ക്കും എന്ന് മാത്രമാണ് ദേവസ്വം ബോർഡുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ സർക്കാർ ഇതിൽ അവരുടെ നിലപാട് ദേവസ്വം ബോർഡുകൾ അറിയിക്കട്ടെ എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡുകളെ നിർബന്ധിച്ച് പിന്മാറ്റുന്നതല്ല, അവർ സ്വയം തീരുമാനിക്കട്ടെ അതിനനുസരിച്ച് എന്ന തരത്തിലായിരുന്നു ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ചേരുന്ന യോഗത്തിൽ പ്രധാനമായിട്ടും ഈ തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ചടങ്ങുകളുമായി മുന്നോട്ട് പോകാൻ, അതായത് എഴുന്നള്ളത്തും കുടമാറ്റവും എല്ലാമായിട്ട് മുന്നോട്ട് പോകുക, വെടിക്കെട്ട് മാത്രം ഒഴിവാക്കുക എന്ന നിലപാട് ഇരു ദേവസ്വങ്ങളും യോഗത്തിൽ അറിയിക്കും. സ്വാഭാവികമായിട്ടും അതുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സർക്കാരിൻ്റെയും തീരുമാനം. പൂരം കോവിഡ് കാലത്തെ പോലെ ഒരാനപ്പുറത്ത് മാത്രമായി എഴുന്നള്ളത്ത് നടത്തി ഒരു ആചാരം മാത്രമാക്കാൻ ഇത്തവണ ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാധ്യതയില്ല. അതിന് പകരം എല്ലാ തവണത്തെയും പോലെ തന്നെയായിരിക്കും പൂരം നടക്കുക. ദീപാലങ്കൃതമായിട്ടുള്ള പന്തലുകൾ മാത്രമായിരിക്കും 24-ാം തീയതി വരെ ഇല്ലാതിരിക്കുക. ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെ എന്ന് തന്നെയാണ് നമുക്ക് അവരുടെ ആലോചനാ യോഗങ്ങളിലെ വിവരങ്ങൾ ലഭിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ ഒരു ദുരന്തം പൂരവുമായിട്ട്, ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് മാത്രമായിരിക്കും ഒഴിവാക്കുക എന്ന തീരുമാനത്തിലേക്കായിരിക്കും എത്തുക. സാമ്പിൾ വെടിക്കെട്ട് ഒരുപക്ഷെ ഒഴിവാക്കുമായിരിക്കും. സമയപ്രദർശനം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അത് എല്ലാ വർഷവും ആഘോഷമായിട്ട് ഉദ്ഘാടനമൊക്കെ നടത്തി എക്സിബിഷനൊക്കെ നടത്തുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകും. ഒരു തരത്തിൽ വലിയ തന്നെ വിമർശനം ഈ ഒരു തീരുമാനത്തിനെതിരെ ഉയരാനുള്ളൊരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കാരണം പൂരം ഈ ഒരു ഇത്രയും പേരുടെ
മരണമുണ്ടായൊരു സാഹചര്യത്തിൽ, പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാതെ ബന്ധുക്കളൊക്കെ വളരെ വേദനയിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ, ഒരുപാട് പേർ ജീവൻ കയ്യിൽ പിടിച്ച് മല്ലിട്ട് ആശുപത്രിയിൽ കഴിയുന്നൊരു സാഹചര്യത്തിൽ ആ പൂരം ആഘോഷമായി നടത്തണമെന്നൊരു ചോദ്യം വലിയ തോതിൽ തന്നെ ഉയരാൻ സാധ്യതയുണ്ട്. അതിന് കരിമരുന്ന് പ്രയോഗം ഒഴിവാക്കി ഞങ്ങൾ ഈ ദുഃഖാചരണത്തിൽ പങ്കുചേരുന്നു. പൂരം ഒരു ആചാരമാണ്. ആ ആചാരം അതിൻ്റെ അനുഷ്ഠാനങ്ങളോടെ നടക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് ദേവസ്വം ബോർഡുകൾ എത്തുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുവാൻ. എന്താണെങ്കിലും സർക്കാരിൻ്റെ നിലപാട്, സർക്കാർ എന്താകും ഇക്കാര്യത്തിൽ പറയുക എന്നുള്ളതും ഇതിൽ നിർണായകമാണ്. ദേവസ്വം ബോർഡുകളുടെ തീരുമാനം തന്നെയാണ് അന്തിമമെങ്കിലും സർക്കാരിൻ്റെ തീരുമാനം, സർക്കാരിൻ്റെ നിലപാട് ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഉച്ചയോടെ ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരുമെന്ന് തന്നെ വേണം നമുക്ക്. ഇന്നലെ സംസാരിച്ച മന്ത്രിമാരൊക്കെ ഈ ദേവസ്വങ്ങളുടെ അഭിപ്രായത്തിനൊപ്പം നിൽക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ദേവസ്വങ്ങളുടെ അഭിപ്രായം പ്രധാനമാണ്. പക്ഷേ നമുക്കറിയാം, ഈ അപകടത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്ന നിഗമനത്തിലേക്ക് പ്രാഥമികമായി എത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. അതനുസരിച്ച് വരും വർഷങ്ങളിലും ഒരു ഏകോപനം ഉണ്ടാകണം. ഈ വെടിക്കെട്ട് എന്ന സംവിധാനത്തിനെതിരെ വ്യാപകമായ എതിർപ്പ് ഉയർന്ന പശ്ചാത്തലമുണ്ട്. നിരവധി അപകടങ്ങളുടെ സാഹചര്യത്തിൽ അതിലൊക്കെ ഒരു തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടാകണം. ദേവസ്വങ്ങൾ അതിൽ ഏകീകൃതമായ അഭിപ്രായങ്ങൾ പങ്കുവെക്കണം. ഇനിയുള്ള വർഷങ്ങളിൽ ഇതെങ്ങനെ നടത്തണമെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരണം. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം. തൃശ്ശൂർ പൂരത്തിൻ്റെ അതേസമയം ആ ഒരു ആഘോഷവും ആചാരവും ഒക്കെ അതേപടി നിലനിർത്തുകയും വേണം. അപ്പോൾ ഏകീകൃതമായ ഇനിയുള്ള വർഷങ്ങളിലെ സുരക്ഷിതമായ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ഒരു തീരുമാനത്തിലേക്ക് വരണമല്ലോ. അത്തരമൊരു നീക്കവും ഉണ്ടാകുന്നുണ്ടോ? രഞ്ജിത്ത് പറഞ്ഞത് ഏറ്റവും സുപ്രധാനമായ കാര്യം തന്നെയാണ്. കാരണം ഈ വെടിക്കെട്ട് എന്നുള്ളത് നമുക്കറിയാം, തൃശ്ശൂർ പൂരത്തിന് മാത്രമായിട്ട് വെടിക്കെട്ടിന് ഇളവ് കൊടുത്ത ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. പുറ്റിങ്ങൽ ദുരന്തത്തിന് ശേഷം എല്ലായിടത്തും വെടിക്കെട്ടിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ തൃശ്ശൂർ പൂരത്തിന് മാത്രമായിട്ട് ഇളവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മുൻനിർത്തിയായിരിക്കും ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം ഉണ്ടാവുക. പിന്നെ രണ്ടാമതായിട്ട് അവർ കാര്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഈ വെടിക്കെട്ട് അപകടം നിയമപരമായിട്ടുള്ള ലൈസൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം തന്നെയായിരിക്കും. ഇത് ജനവാസ കേന്ദ്രത്തിലല്ല ഈ ഒരു വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നത്. അതിൻ്റെതായ ഇടമുണ്ട്. ഇത് ദൗർഭാഗ്യവശാൽ സംഭവിച്ചതാണ് എന്ന തരത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ദീർഘകാലത്തിലേക്കുള്ള ചർച്ചകൾ ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകണമെന്നില്ല. മറിച്ച് സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന തരത്തിലേക്കൊരു തീരുമാനമാകും ദേവസ്വം ബോർഡുകൾ അറിയിക്കുക. മറിച്ചൊരു അഭിപ്രായത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുവാൻ സാധ്യതയില്ല. മാത്രമല്ല, ഇന്നത്തെ പ്രധാനമായിട്ടുള്ള യോഗം ഇത്തരം കാര്യങ്ങളെക്കാൾ കൂടുതൽ പൂരം നടത്തിപ്പ് അതിലേക്ക് മാത്രമായി ചുരുങ്ങാനുള്ളൊരു സാധ്യതയുമുണ്ട്. പൂരം ഈ എന്തെല്ലാം ആചാരങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ എങ്ങനെയെല്ലാം എന്നുള്ള തരത്തിലേക്ക് ചുരുങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വെടിക്കെട്ട് പോലെയുള്ള അതിൻ്റെ നിയമനിർമ്മാണങ്ങൾ വരുന്ന സാഹചര്യം കൂടിയുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ കുറേ കൂടി കർശനമാക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ സർക്കാർ അറിയിക്കുന്നത് പോലെ, തീരുമാനിക്കുന്നത് പോലെ പാലിക്കുമെന്ന തരത്തിലേക്ക് ദേവസ്വം ബോർഡുകൾ നിലപാട് സ്വീകരിക്കും. അതിനപ്പുറത്തേക്ക് ഇന്ന് യോഗത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടൊരു മറുപടി പറയാനാകില്ല. കാരണം ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ട് ഉയരുക ഈ കൊല്ലത്തെ പൂരം എങ്ങനെ നടത്തിക്കും എന്നുള്ള കാര്യം തന്നെയായിരിക്കും. തീർച്ചയായും ആജ്ഞ കൂടി തുടരുന്നുണ്ട്. ആജ്ഞ യോഗം വളരെ പ്രധാനമാണ്. മന്ത്രിമാരടക്കം പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളുമുണ്ട്. ഇപ്പോൾ നേരത്തെ അനുമോദ് പറഞ്ഞ പോലെ നിരവധി ആളുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സൂചനകൾ കിട്ടാനുണ്ട്. മരിച്ചവരെ തിരിച്ചറിയാനുള്ള പശ്ചാത്തലമൊക്കെയുണ്ട്. ആകെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഇക്കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് പരമപ്രധാനമാണ്. എന്താണ് ഇന്നലെയൊക്കെ സംസാരിച്ചപ്പോൾ മന്ത്രിമാരും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ഒപ്പം ദേവസ്വത്തിൻ്റെ നിലപാട്, രണ്ട് ദേവസ്വങ്ങളുടെ നിലപാട് വെടിക്കെട്ട് ഒഴിവാക്കുക എന്നതാണല്ലോ. അതിനപ്പുറത്തുള്ള ആഘോഷ പരിപാടികൾ മാറ്റുന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ധാരണയാകാൻ സാധ്യതയുണ്ടോ? അതോ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് ഒഴിവാക്കി അതിൻ്റെ മറ്റ് പൊലിമകൾ നിലനിർത്തിക്കൊണ്ട് നടത്താനാണോ സാധ്യത? രഞ്ജിത്ത്, രണ്ട് ദേവസ്വങ്ങളും തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവരുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. അത് ഇന്ന് 10:30 കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട, അതായത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള യോഗം മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട്. അതിൽ ഇത് അറിയിക്കുകയും ചെയ്യും. ദേവസ്വങ്ങളും വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് പോയിരിക്കുന്നത്. അതേസമയം മറ്റ് ചടങ്ങുകൾ ആചാരത്തിന്റെ ഭാഗമാണ്. അതായത് മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, അതുപോലെ കുടമാറ്റം തുടങ്ങി രാത്രി പൂരം, പകൽ പൂരം
പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അതിൻ്റേതായ ആചാരാനുഷ്ഠാനങ്ങളോട് കൂടി നടത്തപ്പെടും, ആഘോഷത്തോടെ കൂടി തന്നെ നടത്തപ്പെടുമെന്ന് തന്നെയാണ്. അതുമാത്രമല്ല 3 മാസം മുൻപുള്ള ഒരുക്കങ്ങളാണ്. ആ ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന അതിനുവേണ്ടി തയ്യാറെടുത്ത ആളുകളുടെ ബുദ്ധിമുട്ട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അഭിപ്രായത്തിലേക്ക് തങ്ങൾ നീങ്ങുന്നതെന്നാണ് തിരുവമ്പാടി ദേവസ്വം അറിയിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഈ അഭിപ്രായങ്ങൾ ഇന്ന് യോഗത്തിൽ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സർക്കാർ തീരുമാനമാണ് അന്തിമം ഇക്കാര്യത്തിൽ. നേരത്തെ തന്നെ ഈ പുച്ചിങ്ങൽ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട മൊത്തത്തിൽ വന്നിട്ടുള്ള വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട മൊത്തത്തിൽ വന്നിട്ടുള്ള റെഗുലേഷൻസ് തൃശ്ശൂർ പൂരത്തിന് അത് ബാധിച്ചിരുന്നില്ല. അതിനും ഇളവ് നൽകിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ ആഘോഷത്തിന്റെ ഭാഗമാണ് വെടിക്കെട്ടെങ്കിൽ പോലും അതിന് ഒരു വലിയ പ്രാധാന്യം നൽകി പോന്നിരുന്നു. പക്ഷേ ഇത്ര അധികം ആളുകൾ ഈ അപകടത്തിൽ മരിച്ചു പോയിരുന്ന ഒരു സാഹചര്യത്തിൽ പലരുടെയും ഈ പറഞ്ഞതുപോലെ അതിരൂക്ഷമായ തരത്തിലുള്ള അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. പലരെയും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അസ്ഥി വരെ ഉരുകിപ്പോകുന്ന തരത്തിലുള്ള വലിയ അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ 24 വരെ ദുഃഖാചരണം നടത്താനാണ് തീരുമാനം. മറ്റ് ചമയങ്ങളോ ഒന്നുമില്ലാതെ തിരുവമ്പാടി ദേവസ്വത്തിന് ചമയങ്ങളോ ഒന്നുമില്ലാതെ 24 വരെ ദുഃഖാചരണം നടത്താനാണ് തീരുമാനം. അതേസമയം 25, 26 തീയതികളിൽ ബാക്കിയുള്ള ആചാരങ്ങളും ചടങ്ങുകളും അനുസരിച്ചും ചമയവിളക്കുകളും ഒക്കെ നടത്തും. അങ്ങനെ ആണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് തീരുമാനം. ഇന്ന് 10:30 ചേർന്ന അവലോകന യോഗത്തിൽ അറിയിക്കുകയും ചെയ്യും, അടിയന്തര യോഗത്തിൽ അറിയിക്കുകയും ചെയ്യും. ഈ യോഗത്തിൽ അറിയിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ രാജൻ, ദേവസ്വം മന്ത്രി വാസവൻ, അതുപോലെ മന്ത്രി ആർ ബിന്ദു തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇന്ന് കളക്ട്രേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വരും കാലങ്ങളിലേക്കും കൂടി ഇത്തരത്തിൽ വലിയൊരു അപകടം നടക്കുന്നു. പ്രത്യേകിച്ചും അതായത് ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്തല്ല ഈ അപകടം ഉണ്ടായത് എന്നുള്ള ന്യായീകരണമാണ് തിരുവമ്പാടി ദിവസം മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ പോലും അതിന് ഇത്ര അധികം ആളുകളുടെ ജീവൻ കവരാൻ ഒരു സാധ്യത കൂടി അതിന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇനി വരുന്ന നാളുകളിലുള്ള പൂരം കൂടി ഇത്തരത്തിൽ വിലയിരുത്തപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ എത്തരത്തിൽ നടത്തണം എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും പൂരം ഈ ആചാരവും ആഘോഷവും തമ്മിലുള്ള വ്യത്യാസം മാറ്റി നിർത്തിക്കൊണ്ട് ആഘോഷങ്ങൾ വേണ്ട, ആചാരങ്ങൾ മതി എന്നുള്ള തരത്തിലേക്ക് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഇന്ന് തീരുമാനമെടുക്കുക. പക്ഷേ ആചാരങ്ങൾ തന്നെ ആഘോഷപൂർവ്വം നടത്തണം, അതിൻ്റെ കൃത്യമായ ആഘോഷത്തോടു കൂടി തന്നെ നടത്തണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇരു ദേവസ്വങ്ങളും നിലയുറപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് യോഗത്തിന് ശേഷമാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തതകൾ ഒരു ഉച്ചയോടുകൂടി പൂരം ഏത് തരത്തിൽ ഏത് തരത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയൊക്കെ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ഈ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. അതായത് വെടിക്കെട്ട് ഉപകരണ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടും വെടിക്കെട്ട് സാധന സാമഗ്രികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. എന്തായാലും മറ്റ് അപ്ഡേഷൻസ് എന്തായാലും ഒരു ഉച്ചയോടുകൂടി നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഗമാണ്. പൂരം നടത്തിപ്പ് എങ്ങനെയാകുമെന്നുള്ളത് പൂരപ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 14 എന്നാണല്ലോ ഒരു കണക്ക്. അത് ഔദ്യോഗികമല്ല, അനൗദ്യോഗികമായി ലഭിക്കുന്ന കണക്കാണ്. ഔദ്യോഗികമായി 10 എന്നാണ് സർക്കാർ പുറത്തുവിടുന്ന കണക്ക്. പക്ഷേ ഇനി മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ശരീരഭാഗങ്ങൾ ലഭിച്ചതിൻ്റെയൊക്കെ എണ്ണം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ DNA പരിശോധന വേണ്ടി വരും, അതിന് ദിവസങ്ങൾ എടുത്തേക്കാം. പക്ഷേ അപ്പോഴും ബന്ധുക്കളുടെ ഇടയിലൊക്കെ ഒരു ആശങ്കയുണ്ട്. കാണാതായവരെക്കുറിച്ച് അവരുടെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് അധികൃതർക്ക്. ഇപ്പോൾ ഏതൊക്കെ തരത്തിലാണ് കടാവർ ഡോഗുകളുടെയൊക്കെ പരിശോധന ഇന്നും തുടരും എന്ന് ഇന്നലെ മന്ത്രി അറിയിച്ചിരുന്നു. ഇന്നും ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധരുടെയും ഒക്കെ സാന്നിധ്യം അപകടം നടന്ന മേഖലയിലുണ്ടോ? രഞ്ജിത്ത്, ഇന്ന് മിക്കവാറും കെടാവർ നായകളെ ഉപയോഗിച്ചുള്ള ഈ മൃതശരീര അവശിഷ്ടങ്ങളുടെ തെരച്ചിലായിരിക്കും ഉണ്ടാവുക. ഇന്നലെ തന്നെ സ്ഥലത്തെത്തിയ ഫോറൻസിക് വിഭാഗവും മറ്റ് വിദഗ്ധരൊക്കെ അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും മറ്റ് കാര്യങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇത് അപകടത്തിൻ്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതിന് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നുകിൽ ഒരു ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഇതിന് കാരണമായേക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ ചൂടത്ത് കത്തിയതാകാം എന്നും പറയുന്നുണ്ട്. കനത്ത ചൂടിൽ വെറുതെ തീ കത്തില്ല, അതിനൊന്നുമില്ലെങ്കിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാം. അതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ ഫോറൻസിക്കിൻ്റെ
ലാബിൽ നടക്കുന്നുണ്ട്. ആ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നത് ഇലക്ട്രിക് വിഭാഗത്തിൻ്റെ പരിശോധനകളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 4 പേരാണ് കാണാതായതായിട്ട് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുള്ളത്. തെക്കുംകര ചോരത്തുവീട്ടിൽ സുരേഷ്, കോട്ടപ്പുറം തൃശ്ശൂർ കോട്ടപ്പുറത്ത് അരങ്ങത്ത് വീട്ടിൽ അഭിജിത്ത്, മനക്കൊടി കോലാട്ടുപുരയ്ക്കൽ വീട്ടിൽ വിഷ്ണു, കോട്ടപ്പുറം ചേലാട്ട് ലൈൻ ഗിരീഷ്, അങ്ങനെ 4 പേരാണ് കാണാതായിട്ടുള്ള വിവരം ഉള്ളത്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതിലേറ്റവും ഒരു ദുരന്തം കൂടി ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഈ ഗിരീഷിൻ്റെ അമ്മ ഇന്നലെ മരിച്ചു രാത്രി എന്നുള്ളതാണ്. അമ്മ അസുഖബാധിതയായി കിടക്കുകയായിരുന്നു. ബോധം വരുമ്പോഴൊക്കെ മകനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ ഇന്നലെ രാത്രി മരിച്ചു എന്ന വിവരമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. തൃശ്ശൂർ കോട്ടപ്പുറം സ്വദേശിനി ഗൗരിയാണ് മരിച്ചത്. മകനെ കാണാത്തതിൻ്റെ ആ ഒരു മാനസികാഘാതവും അവർക്കുണ്ട്. അവർ അസുഖബാധിതയായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ മകൻ്റെ ഈ തിരോധാനവും മകനെ അപകടത്തിൽപ്പെട്ട് കാണാതായതും അവരുടെ സാഹചര്യങ്ങൾ മോശമാക്കിയിരിക്കാം. എന്താണെങ്കിലും ഇന്ന് കടാവർ നായകളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ രാവിലെ 7:30 തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടാകും. പക്ഷേ ഈ ഒരു സാമ്പിൾ ശേഖരണം പോലത്തെ കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ പൂർത്തിയായതായിട്ടും ഇനി ആവശ്യം ഈ മൃതശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തുക, അതിന് പരിശോധനകൾ തെരച്ചിൽ വ്യാപകമായി നടത്തുക എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു തെരച്ചിൽ ഇന്നുകൂടി തുടരുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. രഞ്ജിത്ത്. CV അനുമോദും ആജ്ഞ രവീന്ദ്രനുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് മോചിതമാകാൻ സമയമെടുക്കും, സംശയമില്ല. തൃശ്ശൂർ പൂരം അതിൻ്റെ എല്ലാ ഗിരിമയോടെയും ഇത്തവണ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പൂരപ്രേമികൾക്ക് ഏറെ ദുഃഖകരമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. മുണ്ടത്തിക്കോട് അപകട കാരണം കണ്ടെത്തുന്നതിൽ നിർണായകം അപകട സ്ഥലത്ത് നിന്നും ശേഖരിച്ച രാസവസ്തുക്കളുടെ പരിശോധനാ ഫലമാണെന്ന് ഫോറൻസിക് അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ ന്യൂസ് 18നോട്. ചില രാസവസ്തുക്കളിൽ സൂര്യപ്രകാശം നേരിട്ട് തട്ടുന്നത് അപകടം ഉണ്ടാക്കും. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായോ എന്നതും കണ്ടെത്തേണ്ടതുണ്ട്. ഇതെല്ലാം ഏറെ വൈകില്ല എന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. ഫോറൻസിക് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ഉണ്ണികൃഷ്ണനാണ് നമ്മോടൊപ്പം ചേരുന്നത്. സർ, വലിയൊരു സ്ഫോടനമാണല്ലോ നടന്നിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടുത്തെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്? നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ആ ഏരിയയെ മൊത്തമായിട്ട് നമ്മൾ തരംതിരിച്ച് അവിടെ നിന്ന് എന്തൊക്കെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നുള്ള സാധ്യതകൾക്കനുസരിച്ച് മൊത്തം സാമ്പിളുകൾ കളക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സാമ്പിളുകൾ കളക്ട് ചെയ്ത് അവിടെ പാക്കിംഗ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥന് നമ്മൾ കൈമാറും. അദ്ദേഹം അത് ഫോറൻസിക് ലാബിലേക്ക് കോടതി മുഖേന പരിശോധനയ്ക്ക് അയക്കും. പൊട്ടിയതും പൊട്ടാത്തതുമായ എല്ലാ സാമ്പിൾസും കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ രാസവസ്തുക്കൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ ഒരു ഫലം നമുക്ക് ഈ പരിശോധന മുഖേന കാരണത്തിലേക്ക് നയിക്കുന്നത് അതായിരിക്കും. അതും സാധ്യതയുണ്ട്. എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെയാണ് സാധ്യതകളുള്ള അപകടത്തിന്റെ കാരണമായി? അപകടത്തിന് പല കാരണങ്ങളും നമുക്ക് പറയാമല്ലോ. കാരണം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും, ഈ ചൂടിൻ്റെ കാരണങ്ങൾ കൊണ്ടുണ്ടാവും, പിന്നെ നിരോധിതമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഏതും കാരണമാകാനുണ്ട്. പക്ഷേ ഇതിൽ എന്താണ് ഇവരുപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളുടെ പരിശോധനയിൽ വരുന്നത്. കനത്ത ചൂടുകൊണ്ട് തീപിടുത്തം ഉണ്ടാവും? ചൂട് കൊണ്ട് മാത്രമായിട്ട് തീപിടുത്തം ഉണ്ടാവില്ല. പക്ഷേ അതിനനുസരിച്ച് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലാണ് സാധാരണഗതിയിൽ അങ്ങനെ കാണാറുള്ളത്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അത് മറ്റൊരു കാരണമാണ്. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ കെമിക്കലായിട്ട് ഇങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത് ഒരു എക്സ്പ്ലോസീവ് സീനുകളിൽ. അതല്ലാത്ത ഇഷ്ടം പോലെ വേറെയും കാണാറുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഇന്നത് എന്ന് പറയണമെങ്കിൽ നമുക്കിതിന് എല്ലാവരും കൂടിയുള്ള ഒരു ഡിസ്കഷൻ വേണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് പലയിടത്തും കണ്ടതിനേക്കാൾ തീവ്രത കൂടിയ ഒരു സ്ഫോടനമാണ് ഇവിടെ നടന്നത്. തീവ്രത കൂടിയ ഒന്ന് തന്നെയാണ്. മറ്റു പലതിനേക്കാൾ എന്ന് പറയാൻ വയ്യില്ലെങ്കിലും ഇത് നല്ല തീവ്രത കൂടിയ ഒരു സ്ഫോടനം തന്നെയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പരിശോധനയ്ക്കായി പ്രത്യേകമായൊരു ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുള്ളതും അതിൻ്റെ പരിശോധനാ ഫലം എത്രയും വേഗം ലഭ്യമാക്കുന്ന രീതിയിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്താണെങ്കിൽ ഈ അപകടത്തിൻ്റെ കാരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാകും ഫോറൻസിക്കിൻ്റെ കണ്ടെത്തൽ എന്നത് വ്യക്തമാണ്. അത് ഈ അന്വേഷണത്തിനുള്ളൊരു പ്രധാനവുമാണ്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മുണ്ടത്തിക്കോട് ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട വേലായുധൻ പറയുന്നത് ഇനി ഈ തൊഴിൽ രംഗത്തേക്ക് താൻ ഇല്ല എന്നാണ്. എന്തോ മഹാഭാഗ്യം കൊണ്ടാണ് ജീവൻ കിട്ടിയത്, ജീവൻ നിലനിൽക്കുന്നത്. ഇത് പറയുമ്പോഴും വേലായുധൻ ഇപ്പോഴും നടുക്കം മാറുന്നില്ല. അനുമോദിൻ്റെ റിപ്പോർട്ട്. ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട വേലായുധേട്ടനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. വേലായുധൻ കമ്പപുരയിലായിരുന്നു ജോലി? ഞങ്ങൾ കരിനീരി പിടിക്കായിരുന്നു. ഞങ്ങൾ കുറച്ചൊരു 5-6 ആൾ അവിടെയായിരുന്നു. പിന്നെ 2 സ്ഥലത്ത് നിറവ് നടന്നിരുന്നു. തൃശ്ശൂർക്ക് ഇപ്പോൾ വെള്ളിയാഴ്ച കത്തിക്കേണ്ടതിനും പിന്നെ ഇവിടെ പള്ളിയിലെ പെരുന്നാളായിരുന്നു ഇന്നലെ, അതിന് കത്തിക്കാനും ഒക്കെ
നടക്കുന്നുണ്ട്. 2-3-4 സ്ഥലത്തായിട്ടാണ് പണി നടക്കുന്നത്. നമ്മൾ നടന്നു നോക്കേണ്ട കാര്യമില്ല. നമ്മൾ വല്ല കഞ്ഞി കുടിക്കാനോ അല്ലെങ്കിൽ വല്ല കാപ്പി കുടിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ നിൽക്കേണ്ട ഇരുന്ന് നിർത്തുന്നത്. അങ്ങനെയുള്ള പണി അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പൊട്ട് കേട്ടോട്ടുന്ന ഞാൻ എനിക്ക് ഓടി മണിയിൽ നോക്കാൻ വലിയ മുണ്ട വളർത്തിയിട്ട് അങ്ങോട്ട് വിട്ടു. ചെരുപ്പ് പറഞ്ഞാൽ പുതിയത് പോയി അത് നോക്കട്ടെ. സൈക്കിളും അവിടെ ഇല്ലേ, മൊബൈലും അവിടെ ഇല്ലേ, ആരടിച്ചപ്പോൾ മൊബൈൽ അവിടെ ഉണ്ട് പറഞ്ഞു. അതായിക്കോട്ടെ കുഴപ്പമില്ല. ഓടി ആ റോഡിൻ്റെ അപ്പുറത്തേക്ക് പോയപ്പോൾ അപ്പോൾ പിന്നെ വെള്ളത്തിന് കഴിച്ചു. അപ്പോൾ പിന്നെ അവിടെ അടുത്ത് വീട്ടിൽ നിന്ന് വെള്ളം കഴിച്ച് കുടിച്ച് ആ റോഡിൻ്റെ അപ്പുറത്തേക്ക് കടന്നു. എന്നിട്ട് പിന്നെ ഒരു 4 മണി ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർ കുറച്ചുണ്ടായിരുന്നു. ഈ ഷൊർണൂർ പറഞ്ഞു വന്നതല്ലേ മനെ. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് റൂമിലേക്ക് പോകാം എങ്ങനെയെങ്കിലും പറഞ്ഞു. ആ തോട്ടുകാരുടെ ഒരു വണ്ടി വിട്ട് ആ വണ്ടി കിട്ടിയിട്ട് വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്ന് ഷെഡ് പീട്ടറിൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്നു. അവിടുന്ന് റൂം തുറന്ന് അവർ തുണി മാറി അവർ പോയി. ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. എൻ്റെ വീട് അവിടെ കാണാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓടി ഒരെണ്ണം പൊട്ടിയത് കണ്ടു. പിന്നെ ഒരെണ്ണം ഒരു എന്താ പറയുക ഇത്ര എടുത്തു വന്നിട്ട് പിന്നിൽ വന്നിട്ട് പൊട്ടിയത്. ഞാൻ അടിച്ച് പിന്നിക്ക് പോവല്ലേ, ഞാൻ നോക്കാന്ന് പോലെ മണി മനസ്സിലാക്കി പോയില്ല. കണക്ക് തെറ്റിന്ന് മനസ്സിലായി. അല്ലേ നമുക്കറിയില്ല മോനെ, എനിക്ക് അത് അത്ര പറയാൻ പറ്റില്ല. അത്ഭുതമായിട്ട് തോന്നുന്നു രക്ഷപ്പെട്ടത്. പിന്നെ അത്ഭുതമായി 2ാം ജന്മക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാല് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല. ഇതിനു മുമ്പ് അങ്ങനെ നമ്മൾ ഈ പണിക്ക് കുറകാലം ഇവരച്ചുള്ള പിന്നെ പൊഴി തുടങ്ങിയതാ. മണിയായിട്ടുള്ള പിന്നെ പൊഴി തുടങ്ങിയിട്ടുള്ളതാ. അപ്പം നമ്മൾ പണി തീരെ നാട്ടിൽ പണിയില്ല, കൈക്കോട്ട് പണിയൊന്നുമില്ല വെച്ചെങ്കിൽ അവരെ കൂടെ പോകും, പണിക്ക് പോകും. ആദ്യമായിട്ടാണ് ഞെട്ടലാക്കി. ആ മറ്റന്നുള്ള ബിംബസ് ഇതുവരെ പോയിട്ടില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഒന്നും ഉറങ്ങുന്നില്ല, ഉറക്കം വരുന്നില്ല. കണ്ണടച്ച ശബ്ദമാവൂലേ? ഇനി പൊട്ടുന്ന സൗണ്ടും ആൾക്കാരുടെ ചെറിയും കളിയും തമാശ. ചോറുണ്ട് വന്നിട്ട് കൈ കഴിക്കാൻ പോകുമ്പോൾ ഓരോ കൊത്തി ഓരോ തമാശ പറയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതിനൊരു കുടുംബന്മാർ ജീവിക്കുക. അങ്ങനെ ആരെങ്കിലും അപകടത്തിൽപ്പെട്ട് കണ്ടോ? പെട്ട് കണ്ടോന്ന് പറഞ്ഞാൽ ഞാൻ ഓടി ഓട്ടം. പിന്നെ അവിടുന്ന് 6 മണി കഴിഞ്ഞിട്ട് അവിടുന്ന് കയറി പോന്നു. പിന്നെ ഒന്നും അറിയില്ല. ആംബുലൻസ് ആദ്യം വരണ്ട്, ഇദ്യം വരണ്ട്, സാറുമാരും വരണ്ട് ഒക്കെ അവിടെ തിക്കും തിരക്കായ കാഴ്ചകൾക്ക്. അപ്പോൾ കുറച്ച് നേരത്തെ അവിടുന്ന് ആൾക്കാർ ഇറങ്ങി പോയിട്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് എൻ്റെ മൂക്കിൻ്റെ പൊട്ടിൽ വരെ വശാർത്തില്ല. ഞാൻ ആദ്യത്തെ പൊട്ടിൽ കേട്ടപ്പോൾ തന്നെ ഞാൻ എനിക്ക് ഓടി വേറെ മണിങ്ങനെ നോക്കാൻ പോയില്ല. പിന്നെ മേപ്പിട്ടേക്ക് പിട്ടുന്ന ആലോചിച്ചില്ലേ. ചെരുപ്പ് പോയി ഫോണുണ്ടോ സൈക്കിളുണ്ടോന്ന്. സൈക്കിൾ അതിൻ്റെ ഉള്ള സൈക്കിളുണ്ട് അവിടെ. സൈക്കിളുണ്ട് സൈക്കിളുണ്ടായിക്കളത്. ഒരു മൊബൈല് അവിടെ ഉണ്ടായിരുന്നു. അത് കത്തണെങ്കിൽ അത്യാവശ്യം തന്നിട്ടില്ല. മൊബൈലൊക്കെ മേടിക്കാം. മൊബൈലിപ്പോൾ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ കിട്ടുമ്പോൾ മേടിക്കാം. ഇനി പണിക്കിറങ്ങില്ല. ഇനി കിട്ടിയ പണിക്ക് വേറെ വല്ല കൈക്കോട്ട് പണിയാ വല്ല കൊത്തൽ കളിക്കലൊക്കെ കിട്ടിയാൽ അതിന് പോകുള്ളൂ. പറ്റില്ല ഒരു ആട്ടുകുട്ടിയെ പഠിച്ചിട്ടും ഇതിനെ പറ്റി അതിനെ നോക്കിയാൽ ഒരു 5-6 മാസം നോക്കിയാൽ എൻ്റെ വട്ടയിലെ കാശൊക്കെ കിട്ടും. ജീവൻ ബാക്കി കിട്ടിയതിനെ അതന്നെ ആണെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞതിനെ വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു മേഖലയിലേക്കേ ഇല്ല എന്നാണ് വേലായുധേട്ടൻ ഉറപ്പിച്ച് പറയുന്നത്. ജീവൻ രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് അദ്ദേഹം. ജീവൻ പണയം വെച്ചും ഈ മേഖലയിൽ പണിയെടുക്കുന്ന നിരവധി ആളുകളുണ്ട്. ഈ ഒരു ദുരന്തം അവർക്ക് കൂടി ഒരു തിരിച്ചറിവിൻ്റെ സമയമാകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. പാറമേക്കാവിൻ്റെ പടക്ക നിർമ്മാണശാല ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെയാണ് കേസ്. കൊല്ലങ്കോട് പോലീസാണ് കേസെടുത്തത്. ലൈസൻസിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ പടക്കങ്ങളും വെടിമരുന്നുകളും സൂക്ഷിക്കുന്നതായി ചിറ്റൂർ തഹസിൽദാർ ചിറ്റൂർ ഡിവൈഎസ്പിക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കേസ്. നിലവിൽ പടക്ക നിർമ്മാണശാല പോലീസ് സീൽ ചെയ്തു. തുടർ പരിശോധനകൾ നടത്തുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടറും അറിയിച്ചു. വലിയൊരു പൊട്ടിത്തെറി. അവിടെ അടുത്ത അയലകത്തുള്ള ആൾക്കാരൊന്നും ഒക്കെ വീടൊക്കെ തകർന്നിട്ടുണ്ട്.
സൗണ്ട് കേട്ടത്. ആ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇടിവെട്ടുകയാണ്. അങ്ങനെ ഇടിവെട്ടുമ്പോൾ ഞാൻ ഓടൊക്കെ പറന്നുപോയി. അങ്ങനെ ഓടി പുറത്തേക്ക് പൊക്കണം മക്കളെ എന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ എല്ലാവരും ഓടി പുറത്തേക്ക് വന്നു. അപ്പം പിന്നെ ആൾക്കാരൊക്കെ പാടത്തേക്ക് പോയി. അപ്പം ശരിക്കും പാടത്തേക്ക് പോകാൻ പാടില്ല അത്ര. നമുക്ക് മരുമക്കൾക്കൊന്നും അറിയില്ല. ഇവരൊക്കെ ഓടി പാടത്തേക്ക്. അപ്പോഴൊക്കെ അവിടെ വലിയ കാരണം പൊട്ടി. അപ്പം അവരെല്ലാവരും ഓടി ഇങ്ങടെ തന്നെ വീണ്ടും വന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അല്പസമയം മുമ്പ് ഇവിടെ പോളിംഗ് ആരംഭിച്ചു. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 234 നിയമസഭാ മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. ഒറ്റഘട്ടമായ തെരഞ്ഞെടുപ്പ്. 5,73,00,000 വോട്ടർമാർ ഇന്ന് ഇപ്പോൾ വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ്. TVKയുടെ നേതൃത്വത്തിലുള്ള 3ാം മുന്നണിയുടെ ഉദയം. അവർ എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ള ഇരു മുന്നണികളുടെയും ആശങ്കയൊക്കെ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ബംഗാളിലെ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1478 സ്ഥാനാർത്ഥികൾ ഇവിടെ ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. ഇപ്പോൾ പി ചിദംബരം, കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചിദംബരം വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഖുശ്ബു, BJP നേതാവ് നടി ഖുശ്ബു വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. രാവിലെ തന്നെ നേതാക്കൾ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, തമിഴ്നാട്ടിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ 3ാം മുന്നണിയുടെ TVKയുടെ ഉദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അവർ കറുത്ത കുതിരകളാകും. ആരുടെ വോട്ട് അവർ കൊണ്ടുപോകും എന്നതനുസരിച്ചിരിക്കും ഇത്തവണ അവിടുത്തെ രാഷ്ട്രീയ ചിത്രം. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഈ 2 സംസ്ഥാനങ്ങളുടെയും പ്രത്യേകത സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്ത് ദേശീയ രാഷ്ട്രീയം കൂടി ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ 2 സംസ്ഥാനങ്ങളിലും നടക്കുന്നത് എന്നതാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 234 മണ്ഡലങ്ങളിലേക്കും ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയാവുകയും ചെയ്യും. 4023 സ്ഥാനാർത്ഥികൾ ആണ് ഈ സീറ്റുകളിലേക്ക് മത്സരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത് 443 വനിതകൾ മാത്രമാണ് മത്സര രംഗത്തുള്ളത് എന്നതാണ്. കാരണം 5.7 കോടി വോട്ടർമാരിൽ 2.93 കോടി വോട്ടർമാരും വനിതകളാണ് എന്നിരിക്കെയാണ് ഈ വനിതാ സംവരണ ബില്ലടക്കം ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ ആ വിഷയത്തിലടക്കം DMK പോലെയുള്ള രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ച നിലപാട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത്. പ്രത്യേകിച്ച് നമുക്കറിയാം, വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട പശ്ചാത്തലത്തിലും മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനുള്ള നീക്കത്തിന് എതിരെയുമൊക്കെ വലിയ പ്രതിഷേധമാണ് DMK ഉയർത്തിയത്. കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു പാർലമെന്റിൽ DMKയുടെ MPമാർ എത്തുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 75,000-ലധികം ബൂത്തുകൾ ആണ് ക്രമീകരിച്ചിട്ടുള്ളത്. 75,064 ബൂത്തുകളിൽ 5,949 ബൂത്തുകൾ പ്രശ്നബാധിതം എന്നതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും 300 കമ്പനി കേന്ദ്രസേനയെയും അതോടൊപ്പം തന്നെ 1.2 ലക്ഷം തമിഴ് പോലീസ് ഉദ്യോഗസ്ഥരുമാണ് സുരക്ഷാ കാര്യങ്ങൾക്കായി വിന്യസിച്ചിട്ടുള്ളത്. ഇങ്ങനെ തമിഴ്നാട്ടിൽ ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്താൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും വലിയ ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തമിഴക രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പതിറ്റാണ്ടുകളായി അവിടെ DMK സഖ്യവും അതോടൊപ്പം തന്നെ AIADMK സഖ്യവും നേർക്കുനേർ പോരാടുന്ന ഒരു രാഷ്ട്രീയ ഇന്നലകൾ ആണ് ഉള്ളത്. അവിടെയാണ് TVKയുടെ ഉദയം. അതായത് സൂപ്പർ താരം വിജയുടെ നേതൃത്വത്തിലുള്ള TVK ഈ തവണ മത്സരരംഗത്തേക്ക് വരുന്നു എന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുമാത്രവുമല്ല, TVKയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ ആണ് പങ്കെടുത്തിരുന്നത് എന്നതാണ്. ഒപ്പം ചില സർവേകളിൽ എങ്കിലും TVKയ്ക്ക് വലിയൊരു ശതമാനം വോട്ടുവിഹിതം നേടാൻ സാധിക്കും. ഒരു പുതിയ പാർട്ടി എന്നതിൻ്റെ ഭാരാരിഷ്ടതകൾക്ക് അപ്പുറത്തേക്ക് TVKയ്ക്ക് പോകാൻ സാധിക്കും എന്ന വിലയിരുത്തലുണ്ട്. 234 സീറ്റുകളിലും TVK ഇത്തവണ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഒരു വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വലിയ മെജോറിറ്റി നേടുന്ന തരത്തിലേക്ക് TVK എത്തില്ല. വിജയ് എന്ന സൂപ്പർ താരത്തിന് ലഭിക്കുന്ന ഒരു ആൾക്കൂട്ട പിന്തുണ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചേക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ചില കൗതുകരമാകുന്ന കണക്കുകൾ എടുത്തു നോക്കേണ്ടതാണ് രഞ്ജിത്ത്. അതിൽ എടുത്തു പറയേണ്ടത് ഈ 2021 തെരഞ്ഞെടുപ്പിൽ DMK 133 സീറ്റുകൾ നേടിയെങ്കിലും 38% വോട്ടാണ് DMKയ്ക്ക് ലഭിച്ചത് എന്നതാണ്. അതേസമയം
66 സീറ്റുകൾ മാത്രം ലഭിച്ച AIADMKക്ക് 33% വോട്ടുകൾ ലഭിച്ചു. അതായത് കേവലം 5% വോട്ടുകളുടെ വ്യത്യാസത്തിൽ ആണ് ഇത്രയും വലിയൊരു മെജോറിറ്റി DMKക്ക് ലഭിച്ചത് എന്നതാണ്. അവിടെയാണ് TVK എന്ന മൂന്നാം മുന്നണി ഇത്തവണ ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ടാക്കുന്നത്. ആരെ തുണയ്ക്കും എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. TVK കുറഞ്ഞത് കൂടിയാൽ 20% വരെ വോട്ടുകൾ നേടിയേക്കാം എന്നതാണ് പൊതുവിൽ ഒരു നിരീക്ഷണം. അങ്ങനെയെങ്കിൽ TVK പിടിക്കുന്ന വോട്ടുകൾ അത് ഏത് പോക്കറ്റുകളിൽ നിന്ന് ആയിരിക്കും നഷ്ടമാവുക? അത് DMK അക്കൗണ്ടിൽ നിന്നാണോ AIADMK അക്കൗണ്ടിൽ നിന്നാണോ എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇത്തവണ AIADMKയും അതോടൊപ്പം തന്നെ DMKയും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വ്യത്യാസമാണ്. 20% വോട്ട് DMK പിടിച്ചാൽ ഏറ്റവും പുതിയ സർവേകൾ അത്തരം ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് DMKയുടെ വോട്ടുകളാകും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അഭിലാഷ്, ഒപ്പം നമ്മൾ ഈ ബംഗാളിലേക്ക് പോയാൽ അവിടെ മമതാ ബാനർജിയുടെ വിജയം എല്ലാ സർവേകളും പ്രവചിക്കുന്നുണ്ട്. പക്ഷേ BJP വലിയൊരു ശക്തിയായി ഉദയം ചെയ്തിട്ടുണ്ട്. CPM-ഉം കോൺഗ്രസും ഒന്നും പൊടിപോലുമില്ല അവിടെ കണ്ടുപിടിക്കാൻ. SIR ഇത്തവണ നിർണായകമാകുന്ന ഒരു സംസ്ഥാനമാണ്. 1 കോടിയിലടുത്ത ആളുകൾ അവിടെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഏറ്റവും ഒടുവിൽ നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ അവിടെ കടന്നു വരികയും മമതയുടെ വലിയ പോരാട്ടങ്ങൾ നമുക്ക് കണ്ടു. എന്താണ് മനസ്സിലാക്കേണ്ടത് ബംഗാളിലേക്ക് പോയാൽ? ബംഗാളിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രത്യേകത എന്നത്, അതായത് കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും നേരിട്ട് എതിർക്കുന്ന 2 നേതാക്കൾ, അതിൽ ഒന്ന് സ്റ്റാലിനും മറ്റൊന്ന് മമതാ ബാനർജിയുമാണ്. യഥാർത്ഥത്തിൽ ബംഗാളിൽ ഇത്തവണ നടക്കുന്നത് 2 ബ്രാൻഡുകൾ തമ്മിലുള്ള പോരാട്ടം എന്നതാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മമതാ ബാനർജി എന്നത് അവിടെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ആരും തോൽപ്പിക്കാൻ പറ്റാത്ത വലിയ ശക്തിയായി മമതാ ബാനർജി മാറി എന്നത് നമുക്കറിയാം. അങ്ങനെ പശ്ചിമ ബംഗാളിലെ ഒരു ബ്രാൻഡ് എന്നതിന് അപ്പുറത്ത് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതാ മുഖം ആണ് മമതാ ബാനർജിയുടേത്. മറുഭാഗത്ത് BJP ആകട്ടെ നരേന്ദ്രമോദിയെ ഇറക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ രംഗത്തുള്ളത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പശ്ചിമ ബംഗാളിൽ പലപ്പോഴും 7 or 8 ഘട്ടങ്ങളായിട്ടൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്കിൽ ഇത്തവണ കേവലം 2 ഘട്ടങ്ങൾ മാത്രമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 294 സീറ്റുകൾ ഉള്ള പശ്ചിമ ബംഗാളിൽ 16 ജില്ലകളിൽ ആണ് ഇപ്പോൾ വിധിയെഴുത്ത്. 152 മണ്ഡലങ്ങൾ ആണ് ഇപ്പോൾ വിധിയെഴുതുന്നത്. ഇവിടെ 1478 സ്ഥാനാർത്ഥികൾ ആണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പശ്ചിമ ബംഗാളിൽ ഇത്തവണ മമതാ ബാനർജിയെ ഏത് വിധേനയും പരാജയപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള BJPയുടെ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെയുള്ള SIR, അവിടെ 90 ലക്ഷത്തോളം ആളുകൾക്ക് ആണ് ഇത്തവണ വോട്ടവകാശം നഷ്ടമായത്. തുടക്കത്തിൽ SIR-ന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അത് അടക്കം ഈ മുർഷിദാബാദ്, മാൽഡ പോലെ ന്യൂനപക്ഷ മേഖലകളിൽ നിന്ന് വലിയ തോതിൽ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയവും ഇത്തവണ ഏറെ കൗതുകകരമാണ്. ഒരു ഭാഗത്ത് മമതാ ബാനർജി ഈ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിൽ ആണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ അടക്കം മമതാ ബാനർജി അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതിന് കാരണം ഇത്തവണ പശ്ചിമ ബംഗാളിൽ ഈ കേന്ദ്ര സേനയെ വിന്യസിച്ചിട്ടുള്ളത് 2407 കമ്പനി കേന്ദ്രസേനയാണ്. അതായത് ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ എങ്ങനെയാണോ കേന്ദ്രസേനയെ വിന്യസിക്കുന്നത് അതുപോലെ കേന്ദ്രസേനയെ അടക്കം വിന്യസിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, അതെങ്ങനെയെന്ന് സ്വാഭാവികമായും തോന്നാം. അതായത് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് സേനയുടെ സാന്നിധ്യം എന്നാണ് ഇപ്പോൾ മമതാ ബാനർജി ആരോപിക്കുന്നത്. മണിപ്പൂരിലെ സംഘർഷ സമയത്ത് ആ സംസ്ഥാനത്ത് പോലും ഇത്രയധികം സേനയെ വിന്യസിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ് ആക്ഷേപം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി എന്നത് 2 ഘട്ടമായി മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുമാത്രവുമല്ല, ഈ ന്യൂനപക്ഷ മേഖലകളിൽ നിന്നടക്കം SIR പോലെയുള്ള നടപടികളിലൂടെ നിരവധിയായ ആളുകൾക്ക് വോട്ടുകൾ നഷ്ടമായ പശ്ചാത്തലത്തിൽ പ്രശ്നബാധിതമാകുന്ന ബൂത്തുകൾ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഈ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുള്ളത് എന്നതാണ്. പക്ഷേ ഏതായാലും 2ാം ഘട്ടം പശ്ചിമ ബംഗാളിൽ 29-നാണ്. അതോടുകൂടി ഈ 1 മാസം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് അവസാനിക്കുമെന്നുള്ളതാണ്. 29-ന് വൈകുന്നേരത്തോടു കൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരികയും മറ്റും ചെയ്യും. 4-ാം തീയതിയാണ്, മെയ് 4-നാണ് വോട്ടെണ്ണൽ നടക്കുക. ഏതായാലും നിർണായകമായ തെരഞ്ഞെടുപ്പ് ഈ 2 സംസ്ഥാനങ്ങളിലും പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്ത് വേനൽ ചൂട് വല്ലാതെ കടുക്കുകയാണ്. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇന്നലെ പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെട്ടത്. 41.1 ഡിഗ്രി സെൽഷ്യസ്. ഇത് പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂടായി മാറുന്ന സാഹചര്യം പ്രധാനമാണ്. എപ്പോഴും തണുപ്പ് ഉണ്ടായിരുന്ന അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങൾ പോലും
വല്ലാത്ത ചൂടിൻ്റെ പിടിയിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ ജലാശയങ്ങൾ പോലും വറ്റിവരേണ്ട അവസ്ഥ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. പാലക്കാടിൻ്റെ വിവിധ മേഖലകളിലെ ദൃശ്യങ്ങളിൽ പാടങ്ങൾ വിണ്ട് കീറിയിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ചെടികൾ കരിഞ്ഞുണങ്ങുന്ന സാഹചര്യമുണ്ട്. കർഷകരും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കേരളത്തിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ചൂട് മുന്നറിയിപ്പ് തുടരുകയാണ്. അല്പമാശ്വാസം ഇടുക്കിയിലും വയനാട്ടിലുമാണ്. പക്ഷേ അവിടെയും താപനില സാധാരണയേക്കാൾ കൂടുതലാണ്. മിക്കയിടങ്ങളിലും സാധാരണയായി അനുഭവപ്പെടുന്ന ചൂടിനേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായ സംഗതി തന്നെയാണ്. ഇത് സംസ്ഥാനത്തുടനീളമുള്ള ഒരവസ്ഥയാണ്. പൊള്ളൂരിലൊക്കെ ജനത്തിന് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്ത പശ്ചാത്തലം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പകല് വലിയ പൊള്ളുന്ന തരത്തിലുള്ള ചൂട്, മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളികൾ, ട്രാഫിക് നിയന്ത്രിക്കുന്ന പോലീസുകാർ, മറ്റ് ഇത്തരത്തിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഉപജീവന മാർഗമാണ് പലർക്കും. അതുകൊണ്ട് തന്നെ ജോലി ഉപേക്ഷിച്ച് ഈ ചൂടിനെ പേടിച്ച് മാറി നിൽക്കാൻ സാധിക്കില്ല, സംശയമില്ലാത്ത കാര്യമാണ്. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ അവസ്ഥയും വളരെ പെട്ടെന്ന് നമുക്ക് ചീത്തയായി പോകുന്നു എന്നുള്ള പരാതി വ്യാപാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാൻ, ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വലിയ ചൂടിലേക്ക് വരും വർഷങ്ങളിലും സംശയമില്ല ഇത് കൂടുക തന്നെ ചെയ്യും, കുറയില്ല. പശ്ചിമഘട്ടത്തിലെയൊക്കെ പ്രതിസന്ധികൾ ഇതിൻ്റെ കാരണമായി പറയുന്നുണ്ട്. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് എന്താണ്? വേനൽ മഴ കൂടുതലായി കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? അസാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് രഞ്ജിത്ത് അന്തരീക്ഷ താപനില മാറിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ആശങ്ക ഉളവാക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന് വേണം പറയാൻ. കാരണം 37 ഡിഗ്രിക്കും 41 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലേക്ക് പല ജില്ലകളിലും താപനില മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പാലക്കാട് ഇന്നലെ 41.1 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്ന അന്തരീക്ഷ താപനില. എടുത്തു പറയേണ്ട കാര്യം, വയനാട്, ഇടുക്കി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും, അതായത് മറ്റ് 12 ജില്ലകളിലും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. താപനില ഉയരുമെന്ന മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. UV ഇൻഡെക്സിൽ ആശങ്കയുളവാക്കുന്ന തരത്തിലുള്ളൊരു മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൊല്ലത്തെ പുനലൂരടക്കം ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പുനലൂര് വലിയ ഉയർന്ന താപനില, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇത് നേരിട്ട് ഈ ചൂട് 11 മണിക്കും 3 മണിക്കും ഇടയിൽ ഏൽറ്റാൽ അത് ശരീരത്തിൽ പൊള്ളലേൽക്കുന്നതിന് സമാനമായ തരത്തിൽ, സൂര്യാഘാതം ഏൽക്കുന്നതിന് സമാനമായ തരത്തിലുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, ചർമ്മ പ്രശ്നങ്ങൾക്കൊക്കെ വഴിവെക്കും എന്ന് നേരത്തെ തന്നെ ആരോഗ്യ വകുപ്പും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരമാവധി രാവിലെ 11 മണിക്കും ഉച്ച കഴിഞ്ഞ് 3 മണിക്കും ഇടയിൽ വെയിൽ നേരിട്ട് ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി സമാനമായ തരത്തിൽ അത്യുഷ്ണം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പക്ഷേ ഒറ്റപ്പെട്ട് മഴ ലഭിക്കുന്നുണ്ട്. വേനൽ മഴ പലയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. മഴ പെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിറ്റേ ദിവസം മഴ പെയ്തതാണോ കഴിഞ്ഞ ദിവസം? ശരി, ഞാനിപ്പോൾ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം ഇന്നലെ മീറ്റിംഗിൽ തീരുമാനിച്ചത് പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും ഇത് യോഗത്തിൽ അറിയിക്കാനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊന്ന് അവതരിപ്പിക്കും. ഈ പാറമേക്കാവ് ഒരു തീരുമാനമെടുത്തു, തിരുവമ്പാടി സമാനമായ രീതിയിൽ തീരുമാനം അവരിതുപോലെ തന്നെ പൂരം നടത്താനുള്ള തീരുമാനം തന്നെ. ഈ രാജേട്ടാ, ഇപ്പോൾ തിരുവമ്പാടി ഇന്നലെ യോഗം ചേർന്നു. അവരും പറയുന്നത് ഈ വെടിക്കെട്ട് ഒഴിവാക്കിയുള്ള ഇതിലേക്ക് പോവുകയാണെന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമ്മൾ പാറമേക്കാവ് നോക്കിക്കാണുന്നത്? ഞങ്ങളുടെ ഇന്നലെ വന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ സാമ്പിൾ ഒഴിവാക്കുക, മറ്റേ വെടിക്കെട്ടുകൾ നടത്തുക. സാമ്പിൾ ഒഴിവാക്കുക, മറ്റേ വെടിക്കെട്ട് നടത്തുക. ആ മെയിൻ വെടിക്കെട്ടും പകൽപ്പൂരം കഴിഞ്ഞിട്ടുള്ള വെടിക്കെട്ടും നടത്തുക എന്നുള്ളൊരു വികാരമാണ് ഇന്നലെ വന്നത്. അപ്പോൾ അതും അറിയിക്കും. ഇന്നലെ മീഡിയയിലൊക്കെ വന്നു, ഇങ്ങനെ ഞങ്ങളുടെ ലൈസൻസിനെ കൂടുതൽ സാമഗ്രികളുള്ള കാരണം അയാളുടെ ഗോഡൗൺ സീൽ ചെയ്യുകയും അയാളുടെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തീർത്തും തെറ്റായൊരു നടപടിയാണ്. അതിൽ നിന്നും പാലക്കാട് കളക്ടറും പാലക്കാട് കമ്മീഷണറും പിന്മാറണം. എന്തുകൊണ്ടെന്നാൽ എസ്ഒൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ലൈസൻസി അത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. തീർത്തും നിയമപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള നടപടികൾ ആലോചിക്കുന്നുണ്ടോ? അത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഡിസ്ട്രിക്ട് അതോറിറ്റീസിനെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും ഇത് അറിയിക്കുക. അവർ വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ പിന്നെയാണല്ലോ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ലീഗലായിട്ട് പോകും.
അതായത് അവിടെ ഞാൻ മനസ്സിലാക്കിയത് 1000-1500 കിലോ കണ്ടു എന്നുള്ള പറഞ്ഞിട്ടാണ് സീസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അയാൾക്ക് 6000 കിലോ വരെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഉള്ള നിർദ്ദേശം പെസോ തന്നെ നൽകിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ 10 കൊല്ലമായിട്ടും ഇങ്ങനെ തന്നെയാണ് നടക്കാറ്. കഴിഞ്ഞ കൊല്ലം പാലക്കാട് ഇതേ സ്പോട്ടിൽ നിന്നും പോലീസിൻ്റെയും റവന്യൂവിൻ്റെയും എസ്കോർട്ട് കൂടിയിട്ടാണ് ഈ ഫയർ വർക്ക്സ് വരാറ്. അപ്പോൾ അവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തീർത്തും ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലക്കാട് കളക്ടർ ഇന്ന് പിന്മാറണം. അവർ ഇൻഫോം ഡിസിഷൻ എടുക്കണം. അവരിതിൻ്റെ കീഴ്വഴക്കം മുഴുവൻ പഠിച്ച് ഈ പേപ്പർ ഈ ഫയൽ സ്റ്റഡി ചെയ്തിട്ട് ഇതെങ്ങനെയാണ് നടന്നിരുന്നത് എന്നുള്ള സ്റ്റഡി ചെയ്തിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അതുപോലെ നീ പറഞ്ഞതിൽ നിന്ന് അതായത് സാമ്പിൾ ഒഴിവാക്കുന്നു, മെയിൻ വെടിക്കെട്ടുകളും നടത്തണം എന്നുള്ളൊരു വികാരമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു വികാരമാണെന്ന്. അപ്പോൾ അതിന്ന് ഈ ചേരുന്ന സർക്കാർ വിളിച്ച യോഗത്തിൽ അറിയിക്കും. തീർച്ചയായിട്ടും അത് അറിയിക്കും. അതായത് ഈ വെടിക്കെട്ടടക്കം നടത്തണം എന്നുള്ള കാര്യം നമ്മൾ അറിയിക്കും. സാമ്പിള് നമ്മൾ കോൾ ഓഫ് ചെയ്യുന്നു ഈ ഒരു കാരണം ഉണ്ടായ കാരണം. അല്ല, അത് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ പല മീഡിയകളിലും പല ചർച്ചകളിലും ഇരുന്നിട്ട് ഇതേ ചോദ്യം ചോദിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ പൂരത്തിനെ ലൈവായിട്ട് കാണിച്ച് പരസ്യം കയറ്റി വിൽക്കണതും ചാനലുകാരാണ്, അല്ലേ? അല്ല, അതെ, അല്ല, സമൂഹത്തിൽ അഭിപ്രായമില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് എന്താണെന്നുള്ളത് ആൾക്കാരവിടെ കാണിച്ചു തരും. പൂരം നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സമൂഹം ആരുടെ കൂടെയാണ് നിൽക്കണമെന്ന്, അല്ലേ? കുറച്ച് ആൾക്കാരുടെ കയ്യിലാണോ അതോ ഒരു 10-20 ലക്ഷം വന്നിട്ട് അതിനെ വിജയിപ്പിക്കുകയാണെങ്കിൽ ജനം ആരുടെ ഒപ്പാന്നുള്ളത് അന്ന് അറിയാൻ പറ്റും, അല്ലേ? അതാണല്ലോ. അല്ലെങ്കിൽ എല്ലാവരും വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തീർത്തും ശരിയാണ്. അതല്ല, റെസ്പോൺസ് നല്ലതാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദേശക്കാരുടെ വികാരമാണ് ശരി എന്നുള്ളതാണ് എൻ്റെ അറിയിക്കും. അവരായിട്ട് കൂട്ടിയോജിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കും. ഉണ്ടായിട്ടില്ല, ഒന്നും ഈ ആഡംബരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്താ ഉദ്ദേശിക്കണേ? ആനകളുടെ എണ്ണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അല്ല, ഏറ്റവും കൂടുതൽ റിച്വൽസ് ഉള്ളത് പാറമേക്കാവിനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പാറമേക്കാവ് ഭഗവതിയുടെ മൂലസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇളഞ്ഞിത്തറ അല്ലെങ്കിൽ ഇളഞ്ഞിച്ചോട്ടിലാണ്. അവിടെ വന്നിരുന്ന് താളം പിടിച്ചു എന്നുള്ളതാണ് സങ്കല്പം. അതിൻ്റെ ഇതായിട്ടാണ് പാണ്ടിമേളം മതിൽക്കകത്ത് ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ കൊട്ടുന്നുള്ളൂ. കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ പാണ്ടിമേളം മതിൽക്കകത്ത് കൊട്ടുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ പാറമേക്കാവിൻ്റെ മാത്രമാണ്. അതിൻ്റെ ഐതിഹ്യമുണ്ടും അതിന് കാരണങ്ങളുണ്ടല്ലോ. അപ്പോൾ തൻ്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് പോകുമ്പോൾ എല്ലാവിധ പ്രൗഢിയോടുകൂടി പോകണം എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ 15 ആനപ്പുറത്താണ് പാറമേക്കാവ് ഭഗവതി നമ്മുടെ. ഇന്നിപ്പോൾ തിരുവമ്പാടിയും പാറമേക്കാവും നിലപാട് അറിയിക്കും. പക്ഷേ അന്തിമ തീരുമാനത്തിലേക്ക് വരുമ്പോൾ വെടിക്കെട്ട് വേണം എന്ന അഭിപ്രായത്തിൽ പ്രാമുഖ്യം കൂടുന്നു എന്നാണ് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. വെടിക്കെട്ട് ഒഴിവാക്കി സാമ്പിൾ വെടിക്കെട്ട് മാത്രം ഒഴിവാക്കുന്ന നിലപാടായിരിക്കും എത്തുക. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മന്ത്രിമാരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾ അനിശ്ചിതമായി നീളാൻ സാധ്യത. വെടിനിർത്തലിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും അമേരിക്കയുടെ ഹോർമുസ് ഉപരോധം വൻ വിജയമാണെന്നും വൈറ്റ് ഹൗസ് അവകാശപ്പെട്ടു. അതേസമയം ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടും US ഏകപക്ഷീയമായി വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. ഇതിനിടയിൽ ഇറാൻ 2 കപ്പലുകൾ ഹോർമുസിൽ IRGC ആക്രമിച്ച് പിടിച്ചെടുത്ത് അമേരിക്കയെ വെട്ടിലാക്കിയിട്ടുണ്ട്. ലെബനിലും സംഘർഷം മുറുകുകയാണ്. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, വെള്ളിയാഴ്ച ചർച്ച നടക്കുമെന്നൊക്കെ ട്രംപ് പ്രസ്താവിക്കുന്നുണ്ട്. പക്ഷേ അതിൽ യാതൊരു സൂചനകളുമില്ല. ഇറാൻ പറയുന്നത് ട്രംപ് വീണ്ടും കള്ളം പറയുകയാണ് എന്നാണ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കാര്യങ്ങൾക്ക് ഒരു പുരോഗതിയുമില്ലല്ലോ, ഈ പരസ്പരമുള്ള ആരോപണങ്ങൾ മൂർച്ഛിക്കുന്നതല്ലാതെ.
രഞ്ജിത്ത്, നിലവിൽ ചർച്ചകൾ എന്നാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു സൂചനകളും നമുക്ക് ലഭിക്കുന്നില്ല. ഇത് അനിശ്ചിതമായി ഇങ്ങനെ നീളാൻ തന്നെയാണ് സാധ്യത. ഇതിലൊരു കുരുക്കായി ഇറാനുമേൽ അമേരിക്കയുടേതായി ഉള്ളത് ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം മാത്രമാണ്. ഈ ഉപരോധത്തിലൂടെ അമേരിക്ക വൻ വിജയം നേടുന്നു എന്നാണ് വൈറ്റ് ഹൗസിന്റെ ഒരു വാദമെന്ന് പറയുന്നത്. പക്ഷേ ഇന്നലെ ഇറാനിയൻ മാധ്യമങ്ങളെല്ലാം ഈ ഉപരോധത്തെ വ്യാപകമായി കളിയാക്കുന്ന രീതിയിലായിരുന്നു വാർത്തകൾ നൽകിയത്. IRGC പുറത്തുവിട്ട ഒരു പ്രസ്താവന പ്രകാരം അമേരിക്കൻ ഉപരോധം ഉണ്ടായിട്ട് പോലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 31 ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നു എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഇന്നലെ IRGC 2 കപ്പലുകളെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ കപ്പലുകൾക്ക് അമേരിക്കൻ ഇസ്രായേൽ ബന്ധമുള്ളതായിട്ടാണ് ചില സൂചനകൾ ലഭിക്കുന്നത്. ഇതിനിടെ ഇറാൻ തങ്ങളുടെ മറ്റ് ഉപാധികളും അതുപോലെ തന്നെ ലക്ഷ്യങ്ങളും എല്ലാം പ്രസ്താവിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ പറയുന്നത് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് തങ്ങൾക്ക് താല്പര്യം. എന്നാൽ ഈ ഉപരോധവും ഭീഷണിയും അത് നിലവിലുള്ള സമാധാന അന്തരീക്ഷത്തെ വെട്ടിലാക്കും എന്ന് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ അവകാശങ്ങളും അതുപോലെ ഉപാധികളും അംഗീകരിക്കാതെ യാതൊരുവിധ ചർച്ചയ്ക്കില്ലെന്നും ഹോർമുസിലുള്ള ഈ ഹോർമുസ് പൂർണ്ണമായി തുറക്കില്ല എന്നുമാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് വ്യക്തമാക്കുന്നത്. ഈ അമേരിക്കൻ ഉപരോധം അത് എന്നുവരെ നീളുമെന്നും നിലവിൽ US വ്യക്തമാക്കിയിട്ടില്ല. US സെൻട്രൽ കമാൻഡ് നിലവിൽ പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം 31 ഇറാനിയൻ കപ്പലുകളെ നിലവിൽ വഴിതിരിച്ചു വിട്ടു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തുവിട്ടിട്ടുള്ള ഒരു പ്രസ്താവന. ഇതിനിടെ ലെബനനിലും സംഘർഷം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ സംഘർഷം നടന്നത്. ഇതിൽ 5 പേരാണ് തെക്കൻ ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഒരു മാധ്യമപ്രവർത്തകയും മരിച്ചിട്ടുണ്ട്. നമുക്ക് വിശദമായി തന്നെ ഈ വാർത്തകളിലേക്ക് വരണം. അതിനു മുൻപ് 20ാം വാർഷികത്തോടനുബന്ധിച്ച് 5100 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ അസറ്റ് ഹോംസ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മൊത്തം 3821 പാർപ്പിട യൂണിറ്റുകൾ അടങ്ങുന്ന 28 പദ്ധതികൾ നടപ്പ് സാമ്പത്തിക വർഷം നിർമ്മാണം ആരംഭിക്കുമെന്ന് സ്ഥാപകനും MD-യുമായ സുനിൽ കുമാർ V വ്യക്തമാക്കി. 55 ലക്ഷം ചതുരശ്ര അടി നിർമ്മാണമാണ് ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ പ്രധാന നഗരകേന്ദ്രങ്ങളിലും പുതുതായി ഉയർന്നുവരുന്ന വിപണി മേഖലകളിലും ആയിരിക്കും പുതിയ പദ്ധതികൾ. അസറ്റ് ഹോംസിന്റെ 125ാമത് പദ്ധതിയായ അറൗണ്ട് ദ ട്രീയുടെ ശിലാസ്ഥാപനം 2026 മെയ് 8-ന് തൃപ്പൂണിത്തുറ ഗാന്ധി സ്ക്വയറിൽ നടക്കുമെന്നും സുനിൽ കുമാർ വ്യക്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം പരിശോധിക്കുകയാണെങ്കിൽ രാവിലെ പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.